മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുകയാണ്. മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം കടുപ്പിച്ച് ശിവസേന ഷിൻഡെ വിഭാഗം രംഗത്ത് വന്നു. അജിത് പവാറിന്റെ പിന്തുണ പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസിനാണ്. പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അതുകൊണ്ട് തന്നെ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. യഥാർത്ഥത്തിൽ BJPക്കാണ് ഇതിലൊരു അർഹത, പക്ഷേ ഷിൻഡെ വിഭാഗം വിടുന്നില്ല. തീർച്ചയായും അതാണ് ഇപ്പോഴത്തെ ഒരു തർക്കത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ചർച്ചകളൊക്കെ തന്നെ ഇനിയിപ്പോൾ ദില്ലിയിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയോടും അജിത് പവാറിനോടും ദില്ലിയിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചർച്ചയിലായിരിക്കും ഇതിലൊരു തീരുമാനമാവുക. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകണമെന്നതാണ് RSSന്റെ താല്പര്യം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ BJP അവർക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ വിജയം നേടിയിട്ടുണ്ട്. അത് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഒരു നേതൃമികവിൻ്റെ കൂടി തെളിവാണ് എന്നതാണ്. മറ്റൊരു സാഹചര്യവും നിലവിൽ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കേണ്ടതിന് ഇല്ല എന്നതാണ് BJPയുടെ തന്നെ സംസ്ഥാന ഘടകത്തിൻ്റെയും ഒരു താല്പര്യം. പക്ഷേ ലാഡ്ലി ബഹൻ പോലെ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു പദ്ധതി അവതരിപ്പിച്ചത് ഷിൻഡെയാണെന്നും ഷിൻഡെയുടെ കൂടി ഒരു ഭരണമികവിനുള്ള നേട്ടമാണ് ഉണ്ടായതെന്നും എന്നുള്ള അവകാശവാദമാണ് ഷിൻഡെ വിഭാഗത്തിലുള്ളത്. ഒപ്പം തന്നെ ചില സാമുദായിക ഒരു താല്പര്യങ്ങൾ കൂടി ഇതിലുണ്ട്. കാരണം ഷിൻഡെ മറാഠ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. ആ തരത്തിൽ കൂടി ഷിൻഡെ ആകണം മുഖ്യമന്ത്രി എന്നതാണ് അവരുടെ ഒരു ആവശ്യം. മുഴുവൻ സമയമില്ലെങ്കിലും ഒരു 2.5 വർഷമെങ്കിലും മുഖ്യമന്ത്രി പദം കിട്ടണം എന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയാണ് ഷിൻഡെ ചെയ്യുക എന്നതിനനുസരിച്ചിരിക്കും ഈ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള തീരുമാനത്തിൽ. മാത്രമല്ല മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. ശിവസേനയ്ക്ക് ഏറെ ശക്തിയുള്ള മുംബൈ കോർപ്പറേഷൻ പിടിച്ചെടുക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതിന് ഷിൻഡെ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു താല്പര്യം കൂടി ഈ ചർച്ചകളിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ചാണ് ഈ തീരുമാനം ഉണ്ടാവേണ്ടത്. സത്യപ്രതിജ്ഞ ഏതായാലും ഇന്നുണ്ടാകുമെന്നതാണ് നേരത്തെ അറിയിച്ചെങ്കിൽ അതുണ്ടാകില്ല എന്ന് തീരുമാനമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കൂടി ഒരു ഡേറ്റ് ഇക്കാര്യത്തിൽ കിട്ടേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ കൂടി കഴിഞ്ഞു മതി എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് BJP നേതൃത്വത്തിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങൾ കൂടി കഴിയും സത്യപ്രതിജ്ഞയ്ക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാളെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനുശേഷം എങ്ങനെ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭരണമാണ് അത്തരമൊരു സാഹചര്യത്തിൽ വരേണ്ടത്. പക്ഷേ മഹാരാഷ്ട്രയുടെ മുൻ അനുഭവങ്ങൾ 2004-ലും 2009-ലുമൊക്കെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് RSS ആവശ്യപ്പെടുന്നു. എന്നാൽ ഷിൻഡെ വിഭാഗത്തിന് ഒരിക്കൽ കൂടി 2.5 കൊല്ലം കൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം എന്ന് താല്പര്യം. എന്താ ചെയ്യുക?